നമസ്കാരം, എല്ലാവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ പ്രതീഷ്. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്നത് ശരിക്കും ഒരു ബെയറിഷ് രീതി തന്നെ തുടർന്നു പോകുന്ന രീതിയാണ്. കാരണം ഗ്ലോബൽ മാർക്കറ്റ് പോലും മുകളിലേക്ക് കയറുവാൻ ശ്രമിച്ചാൽ പോലും നമ്മുടെ മാർക്കറ്റ് ഒരു ബെയറിഷ് രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റിന്റെ മുന്നേ ഉള്ള കണ്ടീഷൻ എന്നാൽ ശരിക്കും എങ്ങനെയായിരുന്നു? മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് ശക്തമായ ഒരു ബൈയിങ് ആയിരുന്നു കാണുന്നത്. അത് കുറേ നാളായിട്ട് മാർക്കറ്റിന്റെ ഒരു സ്വഭാവമായിരുന്നു. മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് താഴെ നിന്നും ശക്തമായ ഒരു ബൈയിങ് കാണുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് മാർക്കറ്റ് മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് മുകളിൽ നിന്നും നല്ലൊരു സെല്ലിംഗ് പ്രഷർ താഴേക്ക് വരുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ചേഞ്ച് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ലെന്ന് തന്നെ പറയാം. കാരണം പ്രധാനപ്പെട്ട റേഞ്ചുകൾ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. പ്രധാനപ്പെട്ട റേഞ്ചുകൾ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ ചേഞ്ച് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. നിലവിലെ അവസ്ഥ എടുത്ത് നോക്കിയാൽ തന്നെയും മാർക്കറ്റ് നല്ലൊരു ബെയറിഷിലോട്ട് വന്ന ശേഷം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഒരു തീരുമാനം എടുത്തിട്ടില്ല, എങ്ങോട്ട് പോകണമെന്ന തീരുമാനമെടുക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഇനി മാർക്കറ്റിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന വലിയ ഗ്യാപ്പ് ഡൗൺ എന്നത് ഇവിടെ കിടക്കുകയാണ്. അതായത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നത് തീർച്ചയായിട്ടും ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിലായാലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് എന്ന് സംഭവിക്കും എന്നത് കൂടി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ രണ്ട് ഗ്യാപ്പുകൾ കിടപ്പുണ്ട്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഗ്യാപ്പ് ഡൗണ്, അതിനുശേഷം ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗ്യാപ്പ് ഡൗണും ഇവിടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ കിടപ്പുണ്ട്. അത് എന്ന് ഫില്ല് ചെയ്യും എന്നതാണ് ഒരു ഘടകം. അതിപ്പോൾ തന്നെ ഫില്ല് ചെയ്യണമെന്നില്ല, ഭാവിയിൽ ഒരു പക്ഷേ കവർ ചെയ്യുകയുള്ളായിരിക്കാം. ശരിക്കും മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ഒരു വീക്ക് രീതിയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ശരിക്കും 24,300 എന്ന റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുവാൻ വളരെ പാടുപെടുന്ന ഒരു മാർക്കറ്റിനെയാണ് നമുക്ക് കാണുന്നത്. അതായത് 24,300 എന്നൊരു വളരെ പ്രധാനപ്പെട്ട റേഞ്ച് ആയിരുന്നു ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നത്. നമ്മുടെ മാർക്കറ്റ് റിപ്പോർട്ടിലും അല്ലാതെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ശരിക്കും നമ്മൾ വിചാരിച്ച എന്തായിരുന്നു, 24,300 നല്ലൊരു സപ്പോർട്ടായിട്ട് വരുമെന്നായിരുന്നു. പക്ഷേ അതിശക്തമായിട്ടുള്ള ഗ്യാപ്പ് ഡൗണിൽ ആ 24,300 എന്ന ആ ഒരു റേഞ്ചൊക്കെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അതിനുശേഷം ആ 24,300 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തുടർച്ചയായിട്ട് ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇന്നത്തെ മാർക്കറ്റിന്റെ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെയും ഇന്ന് വലിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത എന്നാണ് ഗ്ലോബൽ മാർക്കറ്റും SGX നിഫ്റ്റിയും എല്ലാം നമ്മളെ കാണിച്ചു തരുന്നത്. ഒരു 300 പോയിന്റ് അടുത്തുള്ള മാർക്കറ്റിന്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഓൾറെഡി കാണിക്കുന്നത്. പക്ഷേ ഇനി മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് ഒരു ചെറിയ റിക്കവർ നടക്കുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഡൗണിൽ ചിലപ്പോൾ ഒരു കുറവ് വന്നിരിക്കാം. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്താണ്, US മാർക്കറ്റൊക്കെ 1% നല്ലൊരു കറക്ഷൻ രേഖപ്പെടുത്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. തുടക്കത്തിൽ US മാർക്കറ്റൊക്കെ നല്ലൊരു ഗ്രീനിലാണ് പോയതെങ്കിലും പിന്നീട് അവസാന നിമിഷം ശക്തമായ സെല്ലിംഗ് പ്രഷറിലേക്ക് US മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. പക്ഷേ അതിന് മുൻപുണ്ടായിരുന്ന യൂറോപ്യൻ മാർക്കറ്റ് അതിന് മുന്നെയാണ് ക്ലോസ് ചെയ്തതെങ്കിലും അത് പച്ചയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് എങ്ങനെയായിരിക്കും യൂറോപ്യൻ മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്ന് തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ചെയ്യാം. പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് നമുക്ക് നോക്കാനുള്ളത് 24,000 എന്നൊരു പ്രധാന സപ്പോർട്ടായിട്ട് നമുക്ക് കരുതാൻ പറ്റത്തില്ല. കാരണം പല സമയത്തും അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 24,800 എന്ന റേഞ്ച് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നമുക്ക് നോക്കാം. ഇനി മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന രീതി എവിടെയാണ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത്? 23,600 എന്ന ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നു എന്ന് നമുക്ക് കരുതാവുന്നതാണ്. മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത രീതിയിലാണ് നീങ്ങുന്നതെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിഫ്റ്റിയേക്കാൾ വീക്ക്നെസ് കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ആണെന്ന് പറയാം. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നല്ല ബെയറിഷ് രീതി തന്നെ തുടരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ശരിക്കും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. അതായത് ഇന്ന് ഇന്ത്യയുടെ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്ന ദിവസമാണ്. രാവിലെ 10 മണിക്കാണ്. അപ്പോൾ അതിലുള്ള ഒരു തീരുമാനം എങ്ങനെയാവും എന്നത് മാർക്കറ്റിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. 6.50 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ അത് നിലനിർത്തുമോ, അതിൽ കുറവ് വരുത്തുമോ എന്നത് തീർച്ചയായിട്ടും കാണേണ്ട കാര്യം തന്നെയാണ്. ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെ തുടർന്നു പോകാനുള്ള സാധ്യതയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വെട്ടിക്കുറയ്ക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് എന്ന രീതിയിൽ നിന്ന് ശക്തമായ ഒരു മാറ്റത്തിന് കാരണമാകാം. ശക്തമായ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നതിന് കാരണമാകാം. പക്ഷെ ഒരേ റേഞ്ചിൽ തന്നെ നിലനിർത്തുകയോ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയോ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ബെയറിഷ് രീതി തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് നേരെ ഇനി FISന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം തന്നെ ക്യാഷ് മാർക്കറ്റിലേക്ക് വരാം. ക്യാഷ് മാർക്കറ്റ് തുടർച്ചയായിട്ട് നമ്മൾ നേരത്തെ സംസാരിക്കുന്നത് പോലെ തന്നെ FIS ഒരു സെല്ലിംഗ് മോഡിൽ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെയും 3,315 കോടിക്ക് അവർ സെല്ല് ചെയ്തു. പക്ഷേ നോക്കൂ, 3,800 കോടിക്ക് ആര് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു? DIs സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, DIസിന്റെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മാർക്കറ്റ് എവിടെയൊക്കെയോ എത്തിയേനെയും. ശരിക്കും FISന്റെ ഈ ഒരു സെല്ലിങ്ങിനോട് ആരും കൂടുന്നുണ്ട്? ശരിക്കും റീറ്റെയിലേഴ്സും കൂടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഏറെക്കുറെ പിടിച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്നത് DIs ആണെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നേരെ നമുക്ക് ഓപ്ഷനിൽ എങ്ങനെയാണ് FISന്റെ ഒരു സ്വഭാവം നോക്കാം.
ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ FIS കോൾ ബൈ ചെയ്തേക്കുന്നത് 6.5 ലക്ഷത്തിന് കോൾ ബൈ ചെയ്തിട്ടുണ്ട്. നേരെ പുട്ട് അവർ ബൈ ചെയ്തിരിക്കുന്നത് 9.5 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷത്തിനടുത്ത് പുട്ട് ബൈ ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല ബെയറിഷ് തന്നെയാണ് FIS ഓപ്ഷനിൽ എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരെ നമുക്ക് പ്രോസിൻ്റെ കേസിലേക്ക് വന്നാലോ. പ്രോസിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ അവർ സെല്ല് ചെയ്തേക്കുന്നത് ഒരു 4 ലക്ഷമാണെങ്കിൽ പുട്ട് അവർ എന്ത് ചെയ്തിരിക്കുന്നു, സെല്ല് ചെയ്തിരിക്കുന്ന ഒരു 2.5 ലക്ഷമാണ്. അവിടെയും തീർച്ചയായിട്ടും ഒരു വീക്ക്നെസ് തന്നെയാണ് കാണുന്നത്. അതായത് ശക്തരായിട്ടുള്ള FISഉം പ്രോസും ഓപ്ഷൻ്റെ കാര്യത്തിൽ അല്പം ബെയറിഷിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ക്ലയൻറ്റിൻ്റെ കേസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ പറയുന്ന രീതിയൊക്കെ തന്നെയാണ് അവിടെയും. അതായത് കോൾ സെല്ല് ചെയ്തേക്കുന്നത് 2.5 ലക്ഷമാണെങ്കിൽ പുട്ട് അവർ സെല്ല് ചെയ്തേക്കുന്നത്, അതായത് ബുള്ളിഷ് എന്ന രീതിയിൽ അവർ ഒരു 11 ലക്ഷത്തിന് മുകളിലുണ്ട് എന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് രീതി തുടരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഇന്ന് വരുന്ന ഇവന്റുകളൊക്കെ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഈ സ്വഭാവമല്ല മാറി മറിയാം. പക്ഷേ എന്താ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഒരു പക്ഷേ പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ ആ ഒരു ബുൾ മാർക്കറ്റിലേക്ക് ഒരു പക്ഷേ മാർക്കറ്റ് പെട്ടെന്ന് തിരിച്ചു വരാം. അതല്ല നിലനിർത്തുകയോ അതല്ല വീണ്ടും കൂട്ടുകയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ശക്തമായ രീതിയിലേക്ക് ഈ ബെയറിഷിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമുക്കിനി ഫ്യൂച്ചറിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അതേ റേഞ്ചിൽ തന്നെ, അതായത് മാർക്കറ്റ് കൂടുതൽ ബെയറിഷിലോട്ട് ഫ്യൂച്ചറിൽ പോകുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. FISൻ്റെ കേസിൽ നമുക്കത് DISൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും പ്രോസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ക്ലയൻറ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും ബെയറിഷിലോട്ട് തന്നെ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നമ്മളിപ്പോൾ നേരെ OA ബിൽഡപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. OA ബിൽഡപ്പിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. നമുക്ക് ആ ഒരു എൻ്റെ ഡീറ്റെയിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. നോക്കൂ, ഇവിടെ ഒരു ടൈറ്റ് റേഞ്ച് ആയിട്ട് തന്നെയാണ് വീക്കിലി ഉള്ള OA ബിൽഡപ്പാണ് ഇവിടെ കാണുന്നത്. ഈ വീക്കിലി ഉള്ള OA ബിൽഡപ്പ് ഒരു ടൈറ്റ് റേഞ്ച് ആയിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് ഒരു 300 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഒക്കെ കാണിക്കുന്നുണ്ട് നിഫ്റ്റി. ഒരു പക്ഷേ ആ ഒരു റേഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 24,000 എന്നത് ഒട്ടും സുരക്ഷിതമായിട്ടുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നില്ല. എങ്ങനെ വന്നാലും മാർക്കറ്റിൽ ആ ഒരു PCR ലെവലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 0.7 ആണ്. തീർച്ചയായിട്ടും ഒരു ബെയറിഷ്നെസ് ഉള്ള ഒരു മാർക്കറ്റ് ആണെന്ന് കാണുവാൻ സാധിക്കും. ഇന്നലെ നമുക്ക് അവസാന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അവസാന ദിവസം സംഭവിച്ചിരിക്കുന്നതും ഏറെക്കുറെ ഒരു ചെറിയ ബുള്ളിഷിലേക്ക് മാർക്കറ്റ് നീങ്ങുവാനുള്ള ശ്രമം നടത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവസാന നിമിഷം. കാരണം കോളൊക്കെ അൺമൈൻഡിങ് ആവുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മാർക്കറ്റ് ശക്തമായ ഗ്യാപ് ഡൗൺ വന്നതോടുകൂടി ഈ പുട്ട് സെല്ല് ചെയ്ത ആളുകളെല്ലാം നല്ല രീതിയിലുള്ള ലോസ് ബുക്ക് ചെയ്ത് പുറത്തോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 16-ന് മുകളിലാണ്. നേരത്തെ അത് 18-ഉം 19-ഉം ഒക്കെ ഉള്ള സമയമായിരുന്നു. പക്ഷെ ഈ 16-ന് മുകളിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വിക്സ് കൂടി നിൽക്കുന്ന സമയത്ത് പലപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ട്രാവൽ എന്നത് 300 പോയിന്റ് എന്നത് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ഗ്യാപ് ഡൗണുകൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പുകൾ സംഭവിക്കുന്നത് തന്നെ 200 പോയിന്റും 300 പോയിന്റും എന്ന ഒരു അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഏറെക്കുറെ 300-ഉം 350 പോയിന്റും ഒക്കെയാണെന്ന് മനസ്സിലാക്കുക. വിക്സ് എത്ര കൂടുന്നോ പ്രീമിയം കൂടുന്നു അതേ റേഞ്ചിൽ തന്നെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ട്രാവലും കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പൊസിഷനൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്യാനായിരിക്കും തീർച്ചയായിട്ടും ട്രേഡേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. പ്രീമിയം കണ്ട് നമ്മൾ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ശക്തമായിട്ടുള്ള ലോസുകളിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട റേഞ്ചുകൾ അതിൻ്റെ ഡേറ്റയൊക്കെ നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രം മാർക്കറ്റിൽ പൊസിഷനുകൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. മാത്രമല്ല ഇന്ന് പ്രധാനപ്പെട്ട RBIയുടെ ഒരു ഇവന്റും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് മാർക്കറ്റ് തീർച്ചയായിട്ടും വോളറ്റിലിറ്റി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. മലയാളത്തിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും സമയ ലിമിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ ഇന്നത്തെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.